നമസ്കാരം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതാണ്ട് എല്ലാവരും ഒന്നിച്ച് തന്നെ തമസ്കരിക്കുവാൻ ശ്രമിച്ചൊരു ഹൈന്ദവ ഉത്സവമാണ് ഇപ്പോൾ നിളാതീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മഹാമാഘം. കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മഹാമാഘോത്സവം നടക്കുന്നതിൽ നിന്ന് തടയുവാനായി കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടായി. സ്റ്റോപ്പ് മെമ്മോകൾ കൊടുക്കുകയും കുംഭമേളയുമായി കേരള കുംഭമേളയുമായി മഹാമാഘോത്സവവുമായി ബന്ധപ്പെട്ട് ആ നിളയുടെ തീരത്ത് നടന്ന നിർമ്മാണ പ്രക്രിയകൾ തടയുവാൻ കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നു ചേർന്ന് സ്റ്റോപ്പ് മെമ്മോകൾ നൽകുകയും മഹാമാഘത്തിൻ്റെ മഹാമണ്ഡലേശ്വർ, അതായത് പ്രധാന കാര്യകർത്താവായിട്ടുള്ള ആനന്ദമഠം സ്വാമി നേരിട്ടിറങ്ങി ഇത് ആര് തടഞ്ഞാലും ഞങ്ങൾ ഈ ഉത്സവം നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഈ സ്റ്റോപ്പ് മെമ്മോകളെല്ലാം പിൻവലിക്കപ്പെടുകയും മഹാമാഘോത്സവം വിജയകരമായി തുടങ്ങി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം ഈ ഉത്സവത്തെ തമസ്കരിക്കുകയും ഇങ്ങനൊരു ഉത്സവം കേരളത്തിൽ നടക്കുന്നേയില്ല എന്നുള്ളൊരു മട്ടിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള എന്നാൽ കോൺഗ്രസ് അടിമത്ത പ്രക്രിയകൾ ചെയ്യേണ്ടി വരുന്ന ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരാണ് കേരളത്തിൻ്റെ ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിത്തരത്തിലൊരു നടപടിക്രമം സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രീതി സ്വീകരിച്ചില്ലെങ്കിൽ, ഒരു തമസ്കരണ മനോഭാവം സ്വീകരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ കേരളത്തിൽ മാറ്റത്തിൻ്റെ ഒരു കാറ്റ് വീശുകയാണ് എന്നുള്ളതിൻ്റെ തെളിവായി ഇത്തരത്തിലുള്ളൊരു തമസ്കരണം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഐകകണ്ഠേന എന്ന് പറയാം, ഏകീകൃതമായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടായിട്ട് പോലും മഹാമാഘ ഉത്സവം, അതായത് 271 വർഷങ്ങൾക്ക് ശേഷം മാമാങ്കം നടന്ന ഭൂമിയിൽ നടക്കുന്ന ഉത്സവമാണ്. 271 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാന മഹാമാഘോത്സവം ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നത്. അതിൻ്റെ ഒരു പുനർജീവനം നിളാനദിയുടെ തീരത്ത് സംഭവിക്കുമ്പോൾ ആ മഹാമാഘോത്സവത്തിൽ ഉണ്ടാകുന്നൊരു ജനപങ്കാളിത്തം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ, തലയെണ്ണി നോക്കിയാൽ അഭൂതപൂർവമായൊരു ജനപങ്കാളിത്തമാണ് മഹാമാഘോത്സവത്തിൽ ഉണ്ടാകുന്നത്. ഓർക്കുക, മുഖ്യധാരാ മാധ്യമങ്ങളിൽ പരസ്യങ്ങൾ പോട്ടെ, പരസ്യങ്ങളെ വിട്ടേക്കൂ, വാർത്തകളായി പോലും ഈ ഉത്സവത്തിൻ്റെ ഒരു ദൃശ്യം പോലും, നിശ്ചല ദൃശ്യം പോലും കൊടുക്കുവാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം ഉണ്ടാകുന്നത്. എത്തരത്തിലുള്ള ജനപങ്കാളിത്തം? ഇന്നലത്തെ കണക്കെടുത്താൽ പ്രതിദിനം 3 ലക്ഷം ആളുകൾ നിളയുടെ തീരത്തേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ. ദേശീയ മാധ്യമങ്ങൾ ഈ കണക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുമുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിനെ പോലുള്ള പത്രങ്ങളും ദേശീയ ദൃശ്യമാധ്യമങ്ങളും ഈ കണക്കുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. 3 ലക്ഷം ആളുകൾ ഭാരതപ്പുഴയുടെ തീരത്ത് ദൈനംദിനം നടക്കുന്ന ഒരു ഉത്സവത്തിന് പങ്കെടുക്കുക എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു നിരീക്ഷകരും ഈ ഒരു പ്രക്രിയയെ, അല്ലെങ്കിൽ ഈ ഒരു ജനപങ്കാളിത്തത്തെ അങ്ങനെ തന്നെയാണ് വീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൽ ഇത്തരമൊരു ഹൈന്ദവ ആചാരങ്ങൾക്കും ഹൈന്ദവ ഉത്സവങ്ങൾക്കുമെതിരെ സംഘടിതമായൊരു ശ്രമം, ഒരു നീക്കങ്ങൾ തന്നെ കാലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട്. കേരളം ഉണ്ടായ കാലം മുതൽ, 1950-കൾ മുതൽ, അതല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം ഒരു സംസ്ഥാനമായി രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ ഹൈന്ദവാചാരങ്ങളെ ഏത് വിധേനയും ചവിട്ടിത്തേക്കുക, അല്ലെങ്കിൽ അപമാനിക്കുക, ഹൈന്ദവത എന്നുള്ളൊരു അസ്തിത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മ്ലേച്ഛനായ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ധാരണ അയാളിൽ തന്നെ പരത്തുക, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഹിന്ദുവിൽ ഒരു അധമബോധം സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിതമായ ശ്രമങ്ങൾ തന്നെ, അത് കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ ഇസ്ലാമിക ഭീകരവാദികളാവട്ടെ, ഇവർ കാലാകാലങ്ങളായി കേരളത്തിൽ നടത്തി വന്നിരുന്നു. ആ ശ്രമങ്ങളൊക്കെ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിരുന്നു. കാരണം അധമബോധം ഉൾക്കൊള്ളുന്ന ഒരു ഹൈന്ദവ സമൂഹം, അല്ലെങ്കിൽ അത്തരത്തിലൊരു തലമുറ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ എൻ്റെ അതേ
സമപ്രായക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഒരു പക്ഷേ ആ തലമുറയുടെ ഒരു ബാക്കി പത്രങ്ങളായിരിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജെൻസി പൊളിയാണ്. ഇപ്പോഴുള്ള യുവാക്കൾ പക്ഷേ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ യുവാക്കളുടെ ഒരു പുനഃചിന്തനം അല്ലെങ്കിൽ ഒരു ചിന്താധാരയിലുള്ള ഒരു പരിവർത്തനം കണ്ടുകൊണ്ട് നമ്മുടെ തലമുറയും നമ്മുടെ മുൻ തലമുറയും ഒക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പരിണാമഫലമാണ് ഈ നിളാതീരത്തുള്ള മഹാമഹോത്സവത്തിലുള്ള വൻ ജനപങ്കാളിത്തം എന്ന് പറയാതെ തരമില്ല. നമ്മുടെ മഹാമണ്ഡലേശ്വർ ആനന്ദമഠം സ്വാമിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം തൃശ്ശൂർ ജില്ലാ SFIയുടെ മുൻ പ്രവർത്തകനായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ നിഖില വിമലിൻ്റെ സഹോദരി സ്വാമിനി JNUവിലെ SFI പ്രവർത്തകയായിരുന്നു. ഇവരെല്ലാം ഒന്നിച്ചാണ് ഇന്ന് ഈ മഹാമഹോത്സവത്തിൻ്റെ കാര്യകർത്തൃത്വം അല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്നത്. കഴിഞ്ഞിട്ടില്ല, നാഗസന്യാസിമാരുടെ വരവുണ്ടിനി. ഇന്നവരെത്തിച്ചേരും നിളയുടെ തീരത്ത്. ഒപ്പം ഗംഗാരതി പോലെ തന്നെ നിളാരതിയും ഭാരതീയരുടെ ഹൈന്ദവരുടെ മനസ്സിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പുണ്യാചാരമായി തന്നെ വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്, പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കുക, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ തമസ്കരിച്ച അല്ലെങ്കിൽ ഒഴിവാക്കിയ, മനഃപൂർവ്വം മറച്ചുവെച്ച ഇത്തരമൊരു ഉത്സവത്തിൽ ഈ വിധത്തിലുള്ളൊരു ജനപങ്കാളിത്തം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് അത് പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെയാണ്. ആ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കണം. അതിൻ്റെ അകമ്പുറങ്ങൾ ഒന്ന് ഹ്രസ്വമായി വിശദീകരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഫെബ്രുവരി 3-ാം തീയതി വരെ നീളുന്ന മഹാമഹോത്സവത്തിൽ കേരള ജനതയിലെ പലരും, ഒരു നല്ലൊരു വിഭാഗം സകുടുംബം തന്നെ പങ്കെടുക്കുകയാണ് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. ഒപ്പം തത്വമയി ന്യൂസും നിളയുടെ തീരത്തുണ്ട്. മഹാമഹത്തിൻ്റെ വിശേഷങ്ങൾ തുടർന്നും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക തന്നെ ഞങ്ങൾ ചെയ്യും. എന്തായാലും മഹാമഹ ആശംസകളേവർക്കും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.